നമസ്കാരം പ്രിയരെ. ഇന്നത്തെ കഥ ആരംഭിക്കാം. എന്നത്തെയും പോലെ ഇന്നത്തെ കഥയിലേക്കും എന്റെ എല്ലാ സുഹൃത്തുക്കളെയും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. എന്റെ പേര് പ്രവീൺ. ഞാൻ വില്ലേജ് ഓഫീസിൽ ക്ലർക്കായി ജോലി ചെയ്യുന്നു. അവിവാഹിതനാണ്. ആലോചനയൊക്കെ ഉണ്ട്. ഇതുവരെ ഒന്നും അങ്ങോട്ട് ശരിയായില്ല. അങ്ങനെ ഒരു ദിവസം ഞാൻ ഓഫീസിൽ നിന്നും ജോലി കഴിഞ്ഞിറങ്ങി. വീട്ടിൽ നിന്നും കുറച്ച് ദൂരമുണ്ട് വില്ലേജ് ഓഫീസിലേക്ക്. അതുകൊണ്ട് ഞാൻ ബസ്സിനാണ് വരുന്നതും പോകുന്നതുമെല്ലാം. അങ്ങനെ വരുന്ന വഴിയിൽ എന്റെ ഒരു സുഹൃത്തുണ്ട്. പേര് ബാലു. ഞങ്ങൾ ഒന്നിച്ചു പഠിച്ചവരാണ്. അവനും ജോലിയുണ്ട്. വിവാഹിതനുമാണ്. അവന്റെ വീട്ടിലൊന്ന് കയറിയാലോ? അവനവിടെ കാണുമോ? എന്തായാലും ഒന്ന് പോയി നോക്കാം ഞാൻ തീരുമാനിച്ചു. വല്ലപ്പോഴുമൊക്കെ അവന്റെ വീട്ടിൽ ഞങ്ങൾ കൂട്ടുകാരുമായിട്ട് കൂടുമായിരുന്നു. അവന്റെ വൈഫ് നല്ലൊരു കുക്കായിരുന്നു. അങ്ങനെ ഞാൻ ബാലുവിന്റെ വീട്ടിലെത്തി. കോളിംഗ് ബെൽ അമർത്തി. അല്പം കഴിഞ്ഞപ്പോൾ വന്ന് കതക് തുറന്നത് ബാലുവിന്റെ വൈഫായിരുന്നു. ഒരു ഇളം നീല നിറത്തിലുള്ള സാരിയൊക്കെ ചുറ്റി ഒരു നാടൻ പെൺകൊടി. അവളുടെ പേര് സിന്ധു എന്നാണ്. ആ, ആരാ ഇത്? പ്രവീണേട്ടനോ? ഒരുപാട് നാളായല്ലോ ഈ വഴിയൊക്കെ കണ്ടിട്ട്. വാ, കയറി വാ. ബാലുവേട്ടൻ എപ്പോഴും ചേട്ടനെ പറ്റി പറയാറുണ്ട്. ബാലു എവിടെ? ഞാൻ സിന്ധുവിനോട് ചോദിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. അവൾ വാതിൽ മെല്ലെ ചാരിയിട്ട് പറഞ്ഞു, ചേട്ടാ, ബാലുവേട്ടൻ ഇതുവരെ എത്തിയില്ല. ഏട്ടൻ ഓഫീസിൽ നിന്ന് ഇറങ്ങിയാലും പിന്നെ കൂട്ടുകാരുമൊക്കെ ആയി ഒന്ന് കറങ്ങി ചിലപ്പോൾ രാത്രിയാകും വീട്ടിൽ വരാൻ. ചിലപ്പോൾ നേരത്തെ വരും. ആ, ചേട്ടൻ ഇങ്ങോട്ടായിട്ട് വന്നതാണോ? ചേട്ടന് കുടിക്കാൻ ചായ എടുക്കട്ടെ? സിന്ധു ചോദിച്ചു. ആ, ഞാൻ ഇങ്ങോട്ട് തന്നെ വന്നതാ. ഓഫീസിൽ നിന്ന് സ്വല്പം നേരത്തെ ഇറങ്ങി. എന്നാൽ പിന്നെ ഇവിടെ കയറി അവനെ ഒന്ന് കണ്ടേച്ചു പോകാമല്ലോ എന്ന് വിചാരിച്ചു. വീട്ടിൽ ചെന്നിട്ട് നമുക്ക് പെണ്ണും പിടക്കൊഴിയൊന്നും ഇല്ലല്ലോ. ഓ, അവനിവിടെ ഇല്ലെങ്കിൽ ഞാൻ ഇറങ്ങുവാ. അയ്യോ അയ്യോ ചേട്ടാ, ചേട്ടൻ ഇരിക്കി. ഇവിടെ വരെ വന്നിട്ട് ഒന്നും കുടിക്കാതെ പോയാലോ? ഞാൻ ചായ എടുക്കാം. സിന്ധു അതും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോയി. ഞാൻ തല ഉയർത്തി അവളെ ഒന്ന് നോക്കി. അവളുടെ ആ ഡ്രസ്സിങ്ങും നടത്തയും എല്ലാം കണ്ടപ്പോൾ എനിക്ക് ആകെ തരിച്ചു കയറി. ഈശ്വര, ഇതെന്റെ കൂട്ടുകാരന്റെ ഭാര്യയല്ലേ? ഇങ്ങനെയൊക്കെ തോന്നാവോ? ഞാൻ ചിന്തിച്ചു. അപ്പോഴും എന്റെ മനസ്സിൽ കാമത്തിന്റെ ഒരു ചെറുകണിക ഉറങ്ങിക്കിടന്നിരുന്നു. അതിനെന്റെ മനസ്സിനെ തളയ്ക്കാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. അതെന്റെ മാത്രം കുറ്റമല്ല. അവളുടെ ആ ശരീര ഷേപ്പ്, അതും കുലുക്കിയുള്ള ആ നടത്ത, ആർക്കായാലും എന്തെങ്കിലുമൊക്കെ തോന്നിപ്പോകും. അങ്ങനെ ഞാൻ ഓരോന്നോർത്ത് സോഫയിലേക്ക് ചാരിയിരുന്നു. എനിക്കെന്റെ മനസ്സ് കിടന്ന് പിടയ്ക്കുകയായിരുന്നു. അവളുടെ ആ എന്തിനും പോന്ന മുന്നഴകും ഇഡ്ഡലിക്കുട്ടകം കണക്കെയുള്ള ആ പിന്നഴകും അതിനു മാത്രം വലിപ്പമുള്ളതായിരുന്നു. ബാലുവിന്റെയും സിന്ധുവിന്റെയും ഒരു പ്രണയവിവാഹമായിരുന്നു. രണ്ടുപേരുടെയും ബന്ധുക്കൾ എതിർത്തപ്പോൾ ഞങ്ങൾ കുറെ കൂട്ടുകാര് അവന് തുണയായി നിന്നു. അവളെ വിളിച്ചിറക്കി രജിസ്റ്റർ ചെയ്യാനൊക്കെ അവനോട് പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ ബലത്തിൽ അവൻ അവളെ വിളിച്ചിറക്കി വിവാഹം രജിസ്റ്റർ ചെയ്തു. എന്നിട്ട് ഇവിടെ ഒരു വീട് വാടകയ്ക്കെടുത്ത് താമസമാക്കി. അതൊക്കെ ഒരു മിന്നായം പോലെ ഞാൻ അവിടെ ഇരുന്ന് ഓർത്തു. അപ്പോഴേക്കും സിന്ധു അടുക്കളയിൽ നിന്ന് ചായയുമായി വന്നു. അവൾ അത് എനിക്ക് നേരെ നീട്ടി. അല്പം കുനിഞ്ഞു നിന്ന് ചായ എനിക്ക് നേരെ നീട്ടിയപ്പോൾ സത്യം പറഞ്ഞാൽ എന്റെ സർവ്വ നിയന്ത്രണവും പൊട്ടിപ്പോകുമെന്ന് എനിക്ക് തോന്നിപ്പോയി. അവളെ നോക്കി ഞാൻ വെള്ളമിറക്കി. അവളത് കണ്ടുവെന്ന് എനിക്ക് മനസ്സിലായി. ചേട്ടൻ ചായ കുടിക്ക്, അവൾ ഒരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ ആ ചൂട് ചായ ഊതി ഊതി കുടിച്ചു. പെട്ടെന്ന് അവളും വന്ന് ഞാനിരുന്ന സോഫയുടെ മറ്റേ അറ്റത്തിരുന്നു. അവൾ അടുത്തു വന്നിരുന്നപ്പോൾ അവളിലെ ആ മണം എന്നെ വല്ലാതെ മത്തുപിടിപ്പിച്ചു. എനിക്ക് ഉള്ളിൽ നിന്നും കാമം കത്തി ജ്വലിക്കാൻ തുടങ്ങി. അവൾ എന്നോട് ഓരോ വിശേഷങ്ങളൊക്കെ ചോദിച്ചു. ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. പിന്നെ അവൾ എന്റെ വിവാഹകാര്യത്തെപ്പറ്റി ചോദിച്ചു. എനിക്കിപ്പോൾ 38 വയസ്സായി. വിവാഹിതയായ അവളുടെ അങ്ങനത്തെ ഓരോ ചോദ്യങ്ങളും എന്നെ വല്ലാതെ വികാര വിവശനാക്കി. എന്താ ചേട്ടാ ചേട്ടൻ കല്യാണം കഴിക്കാത്തത്? അവൾ വീണ്ടും ചോദിച്ചു. കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള ആ രസം ചേട്ടൻ അറിയണ്ടായോ? പിന്നെ വേണം വേണം വേണം, പക്ഷേ ഒന്നും അങ്ങോട്ട് ശരിയാകുന്നില്ല സിന്ധു, ഞാൻ പറഞ്ഞു. വീട്ടിലെല്ലാവർക്കും സുഖമാണോ ചേട്ടാ? അവൾ ചോദിച്ചു. ആ, എല്ലാവർക്കും സുഖം തന്നെ. ആ ചേട്ടാ, ഇന്ന് ഇവിടെ നിന്നും ചോറുണ്ടച്ച് പോയാൽ മതി കേട്ടോ. അപ്പോഴേക്കും ബാലുവേട്ടൻ വരും, അവൾ പറഞ്ഞു. ആ പിന്നെ ചേട്ടൻ ഊണിന് മുമ്പ് 2 വീശുന്ന പരിപാടിയൊക്കെ ഇപ്പോഴും ഉണ്ടോ? അവൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഓ, ഇപ്പോൾ വല്ലപ്പോഴും മാത്രമേ ഉള്ളൂ, ഞാൻ പറഞ്ഞു. ചേട്ടാ, ഇവിടെ ബാലുവേട്ടൻ മേടിച്ചു വെച്ച ഒരു സാധനം ഇരിപ്പുണ്ട്. വേണമെങ്കിൽ ശകലം എടുക്കാം. ചേട്ടൻ വല്ലപ്പോഴും ഒക്കെ രാത്രിയിൽ വിടും. ഞാൻ കുറച്ച് എടുത്തുകൊണ്ട് വരാം.
അവൾ സോഫയിൽ നിന്ന് എഴുന്നേറ്റ് അകത്തേക്ക് നടന്നു. അപ്പോഴും എന്റെ കണ്ണുകൾ അവളുടെ ആ എന്തിനും പോന്ന പിന്നഴകിലായിരുന്നു. ഞാൻ ഒന്നും മിണ്ടാതെ അവിടെ തന്നെ ഇരുന്നു. സത്യത്തിൽ എനിക്ക് നന്നേ വിശക്കുന്നുണ്ടായിരുന്നു. അതിനു മുൻപ് സ്വൽപ്പം കഴിക്കാമെന്ന് ഞാനും വിചാരിച്ചു. ഹോ, ബാലുവിന്റെ ഒരു ഭാഗ്യം! അവൻ വിളിച്ചിറക്കിക്കൊണ്ട് വന്നപ്പോൾ കതിര് പോലിരുന്ന ഒരു പെൺകുട്ടിയാ. ഇപ്പോൾ കേറി അങ്ങ് വിരിഞ്ഞു. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിൽ ഞാൻ അവിടെ തന്നെ ഇരുന്നു. ശകലം കഴിഞ്ഞപ്പോൾ അകത്തുനിന്നൊരു വിളി കേട്ടു. ചേട്ടാ, ഇവിടെ വരെ ഒന്ന് വരാമോ? എനിക്കിത് എടുക്കാൻ എത്തുന്നില്ല. അലുമാരിയുടെ മുകളിലാണ് ഇരിക്കുന്നത്. ഞാൻ സോഫയിൽ നിന്ന് പതുക്കെ എഴുന്നേറ്റ് അകത്തേക്ക് ചെന്നു. അവിടെ അവൾ കൈകൾ അലമാരയുടെ മുകളിലേക്ക് ഉയർത്തി നിൽക്കുകയാണ്. ആ നിർത്ത എനിക്ക് വീണ്ടും എന്തൊക്കെയോ പോലെ തോന്നി. ഹോ, എന്ത് കാഴ്ച! എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നതിലും അപ്പുറം. നല്ല വെളുത്ത് ഗോതമ്പിന്റെ നിറമായിരുന്നു സിന്ധുവിന്. അവളുടെ അടുത്ത് ചെന്ന് ഞാൻ നിന്നു. അവൾ സ്വല്പം മാറി നിന്നിട്ട് എന്നോട് പറഞ്ഞു, ദാണ്ട ചേട്ടാ, എനിക്ക് എത്തുന്നില്ല. ചേട്ടൻ ആ കസേര നീക്കിയിട്ട് എടുക്കാമോ? ഞാൻ മെല്ലെ കൈകൾ മേലോട്ട് ഉയർത്തി നോക്കി. എനിക്കും എത്തുന്നില്ല. അവിടെ കിടന്ന കസേര അതിനടുത്തേക്ക് വലിച്ചിട്ട് അതിൽ കയറി നിന്ന് എടുത്തു. പകുതിയിൽ കൂടുതൽ സാധനമുള്ള ഒരു വിദേശ സ്കോച്ചായിരുന്നു. അത് ഞാൻ എടുത്ത് അവളുടെ കയ്യിലേക്ക് കൊടുത്തു. സിന്ധു കഴിക്കുമോ? ഞാൻ അവളോട് ചോദിച്ചു. അതോ ബാലു മാത്രമേ കഴിക്കത്തുള്ളൂ? അവൾ നാണിച്ചു തലകുനിച്ചു നിന്നു. വല്ലപ്പോഴും ഇടയ്ക്കൊക്കെ ചേട്ടൻ എനിക്ക് തരും. താഴേക്ക് നോക്കി നിന്ന് അവൾ പറഞ്ഞു. അവൾ കുപ്പിയുടെ അടപ്പ് തുറന്ന് എന്റെ നേരെ നീട്ടി. ഞാൻ അത് അവളുടെ കയ്യിൽ നിന്ന് മേടിച്ചില്ല. ഞാൻ അവളെ നോക്കിയൊന്ന് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, എങ്കിൽ സിന്ധു ഒരു കാര്യം ചെയ്, 2 ഗ്ലാസ് എടുക്ക്. എനിക്കൊരു കമ്പനിയും ആകുമല്ലോ. അവൾ കുപ്പി മേശപ്പുറത്ത് വെച്ചതിന് ശേഷം അടുക്കളയിൽ പോയി 2 ഗ്ലാസും ഫ്രിഡ്ജിൽ നിന്ന് തണുത്ത വെള്ളവുമായി വന്നു. അവൾ തന്നെ 2 ഗ്ലാസ്സിലേക്കും അത് പകർന്നു. അതിൽ 1 ഗ്ലാസ്സിൽ വെള്ളമൊഴിച്ച് അവൾ വായിലേക്ക് വെച്ചു. അവളുടെ ആ മടമടാന്നുള്ള കഴിപ്പ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇവൾ ചില്ലറക്കാരിയല്ലെന്ന്. കഴിച്ചു കഴിഞ്ഞ് അവൾ എന്നെ നോക്കി ഒന്ന് ചിരിച്ചു. ഞാൻ അത്ഭുതത്തോടെ അവളെ അങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു. അവളുടെ ആ ചുണ്ടുകളും കവിളുകളുമെല്ലാം ചുവന്നു തുടുത്തിരുന്നു. സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പോൾ എനിക്ക് കടിച്ചു തിന്നാനാണ് തോന്നിയത്. മേശപ്പുറത്തിരുന്ന തണുത്ത വെള്ളമെടുത്ത് അവൾ വായിലേക്ക് ഒഴിച്ചു. ഓ, എനിക്ക് മതി ചേട്ടാ. ഞാൻ ചേട്ടന് കമ്പനി തന്നു. ഇനി ചേട്ടൻ കഴിച്ചു. അവൾ അതും പറഞ്ഞുകൊണ്ട് ബെഡിലേക്ക് ഇരുന്നു. ഞാൻ അതെടുത്ത് ഒറ്റ വലിക്ക് കഴിച്ചു. ഗ്ലാസ് കാലിയാക്കി. വീണ്ടും കുറച്ചുകൂടി ഞാൻ ഉള്ളിലാക്കി. അവൾ കണ്ണുമിഴിച്ച് എന്നെ നോക്കി. എന്തുവാ ചേട്ടാ ഇത്? ചേട്ടൻ പിള്ളാര് പാല് കുടിക്കുന്നത് പോലെയാണല്ലോ ചേട്ടന്റെ കഴിപ്പ്, അവൾ ചോദിച്ചു. ഞാൻ അവളെ നോക്കി ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു. ചേട്ടന് വേണ്ടുന്നത് കഴിച്ചു. ബാലുവേട്ടൻ വരുമ്പോൾ ഞാൻ പറഞ്ഞോളാം. എനിക്ക് ഇവിടെ ഇരുന്ന് ബോറടിച്ചപ്പോഴേ ഞാനെടുത്ത് കഴിച്ചതാണെന്ന്. അവൾ എന്നെ ഏറുകണ്ണിട്ടൊന്ന് നോക്കി. എനിക്ക് നല്ല മൂടായി തുടങ്ങിയിരുന്നു. ഞാൻ ഒന്നും മിണ്ടാതെ അവളെ അടിമുടി ഒന്ന് നോക്കി. അപ്പോൾ അവൾ എന്നെ നോക്കി വശ്യമായി ഒന്ന് ചിരിച്ചു. എന്നിട്ട് അവൾ എഴുന്നേറ്റ് പുറത്തേക്ക് പോയി. പോയ പോലെ തന്നെ വേഗത്തിൽ തന്നെ അവൾ തിരിച്ചു വന്നു. എന്തു പറ്റി? ഞാൻ ചോദിച്ചു. ഏയ്, ഒന്നുമില്ല ചേട്ടാ. എന്തോ പുറത്തൊരു ശബ്ദം കേട്ടു. അതെന്താണെന്ന് നോക്കാൻ പോയതാ ഞാൻ പോയി ചേട്ടന് കഴിക്കാൻ ഫുഡ് എന്തെങ്കിലും എടുക്കട്ടെ, അവൾ ചോദിച്ചു. ഞാൻ അവളുടെ കണ്ണുകളിലേക്കൊന്ന് നോക്കി. ഒരു വല്ലാത്ത ആകർഷണം ആ കണ്ണുകൾക്ക്. ഇനിയിപ്പോൾ ഇവൾക്ക് വല്ല ആഗ്രഹവും ഉണ്ടോ? ഞാൻ ആലോചിച്ചു. എന്റെ മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് തന്നെ ഞാൻ ഇരുന്നു. അവൾ അത് പറഞ്ഞിട്ട് എന്റെ ശരീരത്തെ മൊത്തം ഒഴിഞ്ഞൊരു നോട്ടം. ആ നോട്ടം വല്ലാതെ എന്നെ ബുദ്ധിമുട്ടിച്ചു. പെട്ടെന്നാണ് അവൾ എന്നോട് ചോദിച്ചത്, ചേട്ടൻ എന്നെ ഇഷ്ടമാണോ ചേട്ടാ? അത് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. ആ ഞെട്ടൽ പുറത്ത് കാണിക്കാതെ ഞാൻ പറഞ്ഞു, പിന്നെ നീ എന്റെ സുഹൃത്തിന്റെ ഭാര്യയല്ലേ, പിന്നെ നിന്നെ ഇഷ്ടപ്പെടാതിരിക്കാൻ പറ്റുമോ സിന്ധു? അതല്ല, ചേട്ടൻ എന്നിൽ നിന്ന് മറ്റു വല്ല ആഗ്രഹവും ഉണ്ടോ? അവളുടെ ആ സംസാരം കേട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ഞാനിരുന്നു. ഒന്നാമത് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ബാലു. അവനെ വഞ്ചിക്കാൻ എനിക്ക് വയ്യ. എങ്കിലും ഞാനും ഒരു പുരുഷനാണ്. ഒരു പെണ്ണ് ഇങ്ങനെയൊക്കെ എന്തിനും തയ്യാറായി ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ എന്ത് ചെയ്യും ഞാൻ അവിടെ ഇരുന്ന് ഓർത്തു. അവൾ സ്വല്പം കൂടി എന്നോട് അടുത്തിരുന്നു. ഈ പെണ്ണ് രണ്ടും കൽപ്പിച്ചാണല്ലോ ഈശ്വര. ഞാൻ അവളെ സൂക്ഷിച്ചൊന്ന് നോക്കി. അവൾ കീഴ്ച്ചുണ്ട് കടിച്ചുകൊണ്ട് വശ്യമായി എന്നെ നോക്കി ഒന്ന് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ചേട്ടാ പ്ലീസ്. പിന്നെ ഞാൻ മറ്റൊന്നും ആലോചിച്ചില്ല. ഉള്ളിൽ കിടന്ന ലഹരി മുഴുവൻ എന്റെ തലയിലേക്ക് ഇരച്ചു കയറി.